മരണഭയം മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികൾക്കുമുണ്ട്. ഒരു പരിധിവരെ നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ആ ഭയം തന്നെയാണ്. ചില ആളുകൾ തനിക്ക് മരണഭയം ഇല്ല എന്ന് അവകാശപ്പെടും. നാം അനുഭവിക്കുന്ന മറ്റു ചില പേടികളുടെ പിന്നിലുള്ള രഹസ്യം ഈ മരണത്തോടുള്ള ഭയമാണ്. ചിലർക്ക് ഉയരത്തിൽ കയറുന്നത് ഭയമാണ്. അതേപോലെ തന്നെ ചില തരത്തിലുള്ള യാത്രകൾ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. ജലഗതാഗതം പേടിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയമുള്ളവരുണ്ട്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ ഭയമുള്ളവരുണ്ട്. ടൂ വീലറിൽ യാത്ര ചെയ്യാൻ ഭയമുള്ളവരുണ്ട്. നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരസുഖം വന്നാൽ ഉടനെ അത് മരണകാരണമാകുമോ എന്നോർത്ത് ഭയക്കുന്നവരുണ്ട്. ഒരു മുഖക്കുരു വന്നാൽ മതി, ക്യാൻസർ ആണോ എന്ന് ചിന്തിക്കും. ഗ്യാസിന്റെ ചെറിയൊരു നെഞ്ചുവേദന വന്നാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കും. ഇത്തരം ഭയങ്ങളുടെ എല്ലാം പിന്നിലുള്ള രഹസ്യം മരിക്കാനുള്ള മടിയാണ്, മരണത്തോടുള്ള പേടിയാണ്. ശരിക്കും നാം മരണത്തെ അത്രമേൽ ഭയക്കേണ്ടതായിട്ടുണ്ടോ? രണ്ട് രീതിയിലാണ് നാം മരണത്തിലേക്ക് പോകുന്നത്. ഒന്ന്, നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും, ഞാൻ മരിക്കാറായി, എൻ്റെ മരണം അടുത്തു എന്നുള്ള അത് നമുക്ക് മനസ്സിലാവുന്ന നിമിഷമുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ കൂട്ടുകാരോടൊപ്പം പാലക്കാട് ഒരു യാത്ര പോയി. അവിടെ ഒരു അമ്പലക്കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം വെള്ളത്തിലിറങ്ങി കുളിക്കുകയാണ്, നീന്തി കുളിക്കുകയാണ്. കാരണം അവർക്ക് നീന്തൽ അറിയാം, എനിക്ക് നീന്തൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ അരക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും അവസാനം ഇറങ്ങി വന്ന ഒരു സുഹൃത്ത് എന്നെ വെള്ളത്തിലേക്ക് തെള്ളിയിട്ടു. നീന്തി കുളിക്കടാ എന്ന് പറഞ്ഞ് തെള്ളിയിട്ടിട്ട് അവൻ മുങ്ങാങ്കുഴിയിട്ട് നീന്തിപ്പോയി. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. എന്നോട് ചോദിച്ചില്ല എനിക്ക് നീന്തൽ അറിയാമോ എന്ന്. അവൻ എനിക്ക് നീന്തൽ അറിയാമെന്നുള്ള ധാരണയിലാണ് അത് ചെയ്തത്. പക്ഷേ ഞാൻ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു. ഞാൻ 2 പ്രാവശ്യം ഉയർന്നു വന്നപ്പോഴും എൻ്റെ കൈകൾ ഉയർത്തി മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ ഉള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറുകയാണ് ചെയ്തത്. അതിനുശേഷം അവിടേക്ക് കടന്നു വന്ന മറ്റൊരു അപരിചിതനാണ് വെള്ളത്തിൽ ചാടി എന്നെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം ശരിക്കും വെള്ളത്തിൽ നിന്ന് എന്നെ കരയിലേക്ക് എടുത്തിടുകയല്ല ചെയ്തത്, മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ് ചെയ്തത്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാകും ഞാൻ മരിക്കാൻ പോകുകയാണ് എന്ന്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്കത് അറിയാൻ വേണ്ടി പറ്റത്തില്ല. പെട്ടെന്നൊരു വാഹനം വന്ന് നമ്മളെ ഇടിച്ചു തെറിപ്പിക്കുന്നു. നമുക്കറിയാൻ പറ്റില്ല എന്താണ് സംഭവിച്ചതെന്ന്, ഏത് വാഹനമാണ് നമ്മളെ ഇടിച്ചത്, എന്താണ് സംഭവിച്ചത്, ഒന്നും തന്നെ ആ മരിച്ച വ്യക്തി അറിയില്ല. മരണത്തെ നാം അത്രമേൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അനുഭവിച്ച ആ ഒരു സംഘർഷം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. നമുക്ക് ഇത്രമേൽ മരണത്തോട് ഭയം വരുന്നതിൻ്റെ ഒരു കാരണം നാം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും അങ്ങനെയാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദാരുണമായി മരിച്ചു എന്നൊക്കെയാണ്, അപകട മരണങ്ങളെയെല്ലാം. അത് കേൾക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ഒരു ഭീതി നമ്മുടെ മനസ്സിൽ നിറയും. സിനിമകളിൽ കാണിക്കുന്നതും അങ്ങനെയാണ്. അവരുടെ കലാസൃഷ്ടി കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മരണത്തെ ഭയാനകമായിട്ട് ചിത്രീകരിക്കുന്നത്. സത്യത്തിൽ മരിക്കുന്നതിനേക്കാളും പ്രയാസമാണ് നാം ഇന്ന് നയിക്കുന്ന നമ്മളുടെ ജീവിതം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും കരഞ്ഞുകൊണ്ടല്ലേ വരുന്നത്. നാം ഒരു 2 വയസ്സോ 3 വയസ്സോ വരെ നമ്മളുടെ എന്തെങ്കിലും ആവശ്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? എത്ര പ്രാവശ്യം വീണിട്ടാണ് നാം എഴുന്നേൽക്കുന്നത്? ഒന്ന് കമിഴ്ന്ന് വീഴാൻ തന്നെ എത്ര മാസം എടുക്കും? ഒന്ന് പിടിച്ചു നിൽക്കാൻ എത്ര നാളത്തെ പരിശ്രമമാണ്? നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ആദ്യ സമയമൊക്കെ എന്തുമാത്രം മാനസിക പീഡയാണ് നാം അനുഭവിക്കുന്നത്. അപരിചിതമായ അന്തരീക്ഷം, നമുക്കറിയില്ലല്ലോ ഇത് സ്കൂളാണെന്നോ, അവിടെയുള്ള അധ്യാപകർ നമ്മളെ ഉപദ്രവിക്കുമോ ഇല്ലയോ, മറ്റേ നമുക്കറിയാത്ത കൂട്ടുകാർ. ഭയങ്കരമായ മാനസിക സംഘർഷമല്ലേ ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ ജനനം മുതൽ നാം ഇവിടം വരെ എത്തിയതുവരെ അതികഠിനമായ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ മരണം നിസ്സാരമാണ്. എന്ന് മാത്രമല്ല, നാം മരണത്തെപ്പറ്റി ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നാം എപ്പോഴും നമ്മളുടെ ചിന്തകൾ എന്തിനെ പറ്റിയിട്ടായിരിക്കണം? നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിലാണ് നാം ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിച്ചാൽ അതിന് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന കാര്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാവൂ. നിങ്ങളുടെ കഴിവിന് പുറത്തുള്ള, നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത ഒരു വസ്തുവിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? നാം ജനിക്കുന്ന നിമിഷം മുതൽ മരണമെന്ന് പറയുന്ന സത്യം ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ട്. അതിനെ ലോകത്ത് ഒരാൾക്കും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. അതായത് ഈ ലോകത്തൊന്നും ശാശ്വതമല്ല, ഈ ഭൂമിയിൽ ഒന്നും സ്ഥിരമല്ല, എല്ലാം അസ്ഥിരമാണ്. പ്രപഞ്ചമേ അസ്ഥിരമാണ്. ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുക തന്നെ ചെയ്യും. ഒരാളും ഇവിടെ സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നാം നമുക്ക് വന്നു ചേരുന്ന ആ മരണമെന്ന് പറയുന്ന സത്യത്തെ ഓർത്ത് ഭയപ്പെടുകയോ
അതിനെ ഓർത്ത് നമ്മളുടെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയോ ചെയ്യരുത്. ചില ആളുകൾ സ്വന്തം മരണത്തെ മാത്രമല്ല ഭയക്കുന്നത്, തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ പോലും ഭയന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള വാഹനങ്ങളൊക്കെ, ആ വാഹനം എടുത്ത് പുറത്തു പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രാവശ്യം ബൈക്കിൽ നിന്ന് വീണു, അല്ലെങ്കിൽ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, അതോടുകൂടി ആ വാഹനം പിന്നെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ മരണത്തോടുള്ള നമ്മുടെ ഭയം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത്തരം മരണഭയം കാരണം നാം നമ്മളുടെ ജീവിതം എൻജോയ് ചെയ്യാതെ പോകും. നമ്മളുടെ ജീവിതത്തിന്റെ നമ്മൾ എടുക്കേണ്ട പല തീരുമാനങ്ങളും കൃത്യമായിട്ട് നാം എടുക്കാതെ പോകും. നമ്മുടെ കടമകൾ നാം നിർവഹിക്കാതെ പോകും. അതുകൊണ്ട് ഈ മരണത്തെ ഓർത്ത് ജീവിക്കാതെ നാം നമ്മളുടെ ജീവിതത്തിന്റെ ഇന്നത്തെ സത്യത്തെ, അതായത് ഇന്നത്തെ സത്യം എന്താണ്? നാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും കർത്തവ്യം. നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് മരണശേഷവും നാം ഓർമ്മിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ ഓർമ്മയിലേക്ക് നാം വരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ, അർഹതപ്പെട്ടവർക്ക് ആ അർഹതപ്പെട്ട സ്നേഹം നൽകുക. ഒരാൾ മരിച്ചുപോയതിനു ശേഷമല്ല അയാളെ ഓർത്ത് ദുഃഖിക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ല സ്നേഹം കൊടുക്കുക. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ആര് മരിച്ചു പോയാലും അതിനെ ഓർത്ത് നാം ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കാനുള്ളവരല്ലേ. നമ്മൾ ആരും ഇവിടെ 1500 വർഷം ജീവിക്കാൻ വേണ്ടി വന്നവരല്ലല്ലോ. അതുകൊണ്ട് മരണമെന്ന സത്യത്തെ നാം അംഗീകരിക്കുക. അതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാം ചിന്തിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തെ പറ്റിയിട്ടാണ്, നമ്മുടെ കർത്തവ്യങ്ങളെ പറ്റിയിട്ടാണ്. ഓരോ നിമിഷവും മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അതിന്റെ വെല്ലുവിളികളെയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ, നമ്മുടെ കാൽപ്പാടുകളെ മനോഹരമാക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഭയം നാം മനഃപൂർവ്വം ചിന്തിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല, അതിന് നാം അടിമയായി ഈ പറയുന്ന ഭയം വീണ്ടും വീണ്ടും നമ്മളെ വിടാതെ പിടികൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ ഒക്കെ സഹായം തേടിക്കൊണ്ട് ശരിയായിട്ടുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ് സ്വയം അത് പരിഹരിക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ട മാർഗം.